ക്യൂബയ്ക്കെതിരായ ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഇത് സംബന്ധിച്ച ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു കഴിഞ്ഞു. ഏകപക്ഷീയമായ ഉപരോധം തള്ളിക്കളയുന്നുവെന്ന് ക്യൂബയുടെ പ്രതികരണം വന്നു. ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ ഇന്നലെ നടന്ന മെയ് ദിന റാലി അമേരിക്കയ്ക്കെതിരെ ഒരു പ്രതിഷേധ റാലിയായി മാറി. റാലിയിൽ ക്യൂബിൻ്റെ മുൻ പ്രസിഡന്റും 94-കാരനുമായ റൗൾ കാസ്ട്രോ ഇപ്പോഴത്തെ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനലിനൊപ്പം പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും നമ്മളെയല്ല ആളുകളെയൊക്കെ ആവേശം കൊള്ളിപ്പിച്ചിരുന്നു. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ഈ ക്യൂബയിലെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ക്യൂബയെ അമേരിക്ക വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയ എത്രയോ പതിറ്റാണ്ടായി. ഇപ്പോഴും അമേരിക്ക ആ രീതി വിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഒപ്പുവെച്ച ഉടമ്പടി. പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്കെതിരായ ഉപരോധങ്ങൾ കടുപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു. ദശാബ്ദങ്ങളായി ക്യൂബയെ അമേരിക്കയുടെ ഉപരോധം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉപരോധം കൂടുതൽ കടുപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ഇറാനിലെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഉന്നം ക്യൂബയാണ് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനിൽ ആദ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. ഒരു ലക്ഷ്യവും അത് പൂർത്തീകരണത്തിനെത്തും മുമ്പ് മറ്റൊരു കാര്യത്തിലേക്ക് താൻ കടക്കാറില്ല. അതുകൊണ്ട് അത് പൂർത്തീകരിക്കട്ടെ. അതിനുശേഷം അമേരിക്കയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഉണ്ട്. ആ കപ്പൽ അവിടേക്ക് ക്യൂബയിലേക്ക് കൊണ്ടുവന്നേക്കാം, ക്യൂബൻ തീരത്തേക്ക് കൊണ്ടുവന്നേക്കാം. അവിടെ ഏതാണ്ടൊരു 100 അടി അപ്പുറത്ത് ഈ കടലിൽ ഈ USS അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ അവിടെ ആ കടലിൽ നങ്കൂരമിടും. അപ്പോൾ അതിനുശേഷം ക്യൂബയുടെ ഭരണാധികാരികൾ പറയും, നന്ദി, ഞങ്ങൾ കീഴടങ്ങുകയാണ് എന്നാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതൊക്കെ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. ഏതായാലും അടുത്ത ഉന്നം ക്യൂബയാണ് എന്ന കാര്യം നേരത്തെ തന്നെ പലവൊരു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇന്നലെയും അക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനിടെ ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിൽ ഇന്നലെ നടന്ന മെയ് ദിന റാലി അത് അമേരിക്കൻ അധിനിവേശത്തിനെതിരായ അമേരിക്കയുടെ നടപടികൾക്കെതിരായ പ്രതിഷേധമായി കൂടി മാറി. ഹവാനയിലെ അമേരിക്കൻ എംബസിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടമാണ് ഇന്നലെ തടിച്ചുകൂടിയത്. അമേരിക്കയുടെ ഇപ്പോഴത്തെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾക്കെതിരായ പ്രതിഷേധം, അതോടൊപ്പം തന്നെ ക്യൂബയെ വരിഞ്ഞു മുറുക്കുന്ന നടപടികൾക്കെതിരായ പ്രതിഷേധം എന്ന നിലയിൽ കൂടിയായിരുന്നു ജനലക്ഷങ്ങൾ പങ്കെടുത്ത ആ മെയ് ദിന റാലി. അതിൽ ക്യൂബയുടെ പ്രസിഡന്റ് മിഗുവൽ ഡയസ് അദ്ദേഹം കാനൽ കൂടി പങ്കെടുത്തു. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം 94-കാരനായ മുൻ പ്രസിഡന്റും ഫിഡൽ കാസ്ട്രോയുടെ സഹോദരനുമായ റൗൾ കാസ്ട്രോയുടെ സാന്നിധ്യമായിരുന്നു. റൗൾ കാസ്ട്രോയും ക്യൂബയുടെ പട്ടാള വേഷത്തിൽ ഇവർക്കൊപ്പം മാർച്ച് ചെയ്തുകൊണ്ട് നീങ്ങി എന്നതായിരുന്നു. പക്ഷേ അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകൾ മൂലം അദ്ദേഹത്തിന് നിലത്തിരിക്കേണ്ടി വന്നു എന്ന വാർത്തയും രാജ്യാന്തര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ റൗൾ കാസ്ട്രോയുടെ മകനും അതോടൊപ്പം തന്നെ റൗൾ കാസ്ട്രോയുടെ പേരമകനും റോഡ്രിക്സ് കാസ്ട്രോയുമാണ് ഇപ്പോൾ ഈ അമേരിക്കയുമായുള്ള ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് എന്നതാണ്. അമേരിക്കയ്ക്കും താല്പര്യം അവരെയാണ്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന അവിടെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇന്ധനം വരുന്നില്ല. അങ്ങനെ നിരവധി കാര്യങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്ന ക്യൂബയുടെ കാര്യം ഇനി എന്തായിരിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. SK. താങ്ക് യു. ബി ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.